നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് 2025 മാർച്ച് 8 മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നൊരു സമയമാണ്. വരുന്ന 24 മണിക്കൂറിന് മുമ്പ് തന്നെ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. വളരെ ഈശ്വര വിശ്വാസികളായിട്ടുള്ള നിങ്ങൾ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുക. വലിയ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെ എന്നതിനെക്കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കിക്കാണാം. അതിനായി മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുക. ഉറപ്പായും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നതായിരിക്കും. ക്ഷേത്രങ്ങൾ പോകാൻ കഴിയാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ വിളക്ക് തെളിയിച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുക. നിങ്ങളുടെ ഇഷ്ട ഭഗവാന്റെ മുമ്പിൽ അർപ്പിക്കുക. ഉറപ്പായും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്നതാണ്. വരുന്ന 24 മണിക്കൂർ കൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വലിയ അത്ഭുതങ്ങളും നടക്കുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്ര ജാതകരാണ്. ഇവർക്ക് ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളും ഉയർച്ചകളും ധനാഭിവൃദ്ധിയൊക്കെ ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ പൂർണ്ണമായും അകന്ന് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക ഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ 24 മണിക്കൂറിന് മുമ്പായി തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടുവാനും സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈശ്വരനെ വിളിച്ചപേക്ഷിക്കുക. നിങ്ങൾ നടക്കില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ നിങ്ങൾക്ക് വരുന്ന 24 മണിക്കൂറിനകത്ത് വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറി കിട്ടുവാനും സാധ്യതകൾ കാണപ്പെടുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ എല്ലാ അശ്വതി നക്ഷത്ര ജാതകരിലും ഇതുണ്ടാവുമെന്നല്ല, കൂടുതലും ഈശ്വര വിശ്വാസത്തോടു കൂടി ഈശ്വരനുമായി ചേർന്ന് നിൽക്കുന്ന ചില വ്യക്തികളിൽ മാത്രം കാണപ്പെടുന്നൊരു കാര്യങ്ങളാണ്. അത് നിങ്ങളുടെ ഗ്രഹനിലേക്കൊന്ന് പരിശോധിച്ചിട്ട് വേണം അത് നോക്കേണ്ടത്. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഭരണി നക്ഷത്ര ജാതകരാണ്. ഇവർക്ക് ജീവിതത്തിൽ വലിയ ഉയർച്ചകളും ഉന്നതികളും കാര്യവിജയങ്ങളും സന്താന സൗഭാഗ്യങ്ങളൊക്കെ വന്ന് വലിയ സന്തോഷത്തിൻ്റെ ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അതിന് മുന്നോടിയായി തന്നെ വരുന്ന 24 മണിക്കൂറിനകത്ത് വെച്ച് അതിൻ്റെ പ്രകടമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെടുമെന്നുള്ളതാണ് വളരെ സത്യസന്ധമായിട്ട് പറയാനുള്ളൊരു കാര്യം. ജ്യോതിശാസ്ത്രത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയുള്ള വരും സമയങ്ങളിൽ വളരെ മികച്ച സമയത്തിലൂടെയാണ് ഈ ഭരണി നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഒത്തിരി പുരോഗതികളൊക്കെ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ട്. അതുകൊണ്ട് പക്ഷേ 24 മണിക്കൂറിനകത്ത് വെച്ച് നിങ്ങൾക്ക് ലോട്ടറി പോലും അടിക്കുവാനുള്ള സാധ്യതകളാണ് കാണപ്പെടുന്നത്. വലിയ ധനലാഭത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും എല്ലാം അകലുന്നൊരു സമയമൊക്കെയാണ് ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായും കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും. വലിയ തോതിലുള്ള അത്ഭുതങ്ങൾ നിങ്ങൾ പോലും നടക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ വിശ്വസിപ്പിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടുന്നൊരു സമയമൊക്കെയാണ്. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം അതിജീവിച്ച് ഈ ഭരണി നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയുന്ന സുവർണ്ണ ഒരു സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. ഈശ്വര വിശ്വാസത്തോട് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകർ കുടുംബക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകളും പൂജകളും നടത്തുക. നിങ്ങളുടെ കുടുംബ ദേവീദേവന്മാരുടെ പ്രീതി നിങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് കുടുംബത്തിൽ ചൈതന്യങ്ങളും ഐശ്വര്യങ്ങളും നിലനിൽക്കുകയുള്ളൂ. ഇല്ലാത്ത പക്ഷം നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള എനർജി ആയിരിക്കും. ആ കുടുംബത്തെ എഴുമ്പേറ്റമൊന്നും ഇല്ലാതെ നിൽക്കുകയും തൊഴിലില്ലാതെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന പല രീതിയിലുള്ള മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ചില കുടുംബങ്ങളുണ്ട്. എല്ലാ കുടുംബങ്ങളിലും അതുണ്ടാകുമെന്നല്ല പറയുന്നത്, ചില കുടുംബങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ കുടുംബ ദേവീദേവന്മാരുടെ പ്രീതികൾ ലഭിക്കാത്തതിൻ്റെ പുറത്തും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ കുടുംബ ദേവീദേവന്മാരെ പ്രീതികരമായിട്ട് പൂജകളും വഴിപാടൊക്കെ നടത്തി ആരാധിക്കുക. അത് നിങ്ങൾക്ക് വലിയ തോതിലുള്ള ഐശ്വര്യങ്ങളും ഉയർച്ചകളും കൊണ്ടുവരുന്നതായിരിക്കും. അടുത്ത കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്കും തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി വലിയ തോതിലുള്ള വിജയങ്ങൾ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഈ നക്ഷത്ര ജാതകർക്ക് വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ കടം കൊടുത്ത പൈസകൾ തിരിച്ചു കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വരുന്ന 24 മണിക്കൂറിനകത്ത് വെച്ച് അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം.
നിങ്ങൾ വിദേശത്തായാലും സ്വദേശത്തായാലും ഭാഗ്യം പരീക്ഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. കാരണം 24 മണിക്കൂറിനകത്ത് വെച്ച് ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാകാം. ഇതെല്ലാ കാർത്തിക നക്ഷത്ര ജാതകരിലും ഉണ്ടാകുമെന്നല്ല പറയുന്നത്. ചില നക്ഷത്ര ജാതകർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില നക്ഷത്ര ജാതകരിൽ പ്രകടമായിട്ട് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതകളും കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തികഞ്ഞ ഈശ്വര വിശ്വാസപ്രിയരായിട്ടിരിക്കുക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ ഉറക്കമെഴുന്നേൽക്കുക, കുളിച്ച് വൃത്തിയായിട്ട് ഈശ്വര കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈശ്വരനെ വിളിച്ച് വീട്ടിലാണെങ്കിൽ വിളക്ക് കത്തിച്ച് ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തി നിങ്ങളുടെ ഏത് കാര്യമാണോ അതിന് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുക. വളരെ എനർജറ്റീവായിരിക്കും നിങ്ങൾക്ക് എല്ലാ തടസ്സങ്ങളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് നിങ്ങൾക്ക് കാര്യവിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. അപ്പം ഈശ്വരനുമായി കൂടുതൽ അടുക്കുന്ന ഓരോ വ്യക്തികൾക്കും ഓരോ നക്ഷത്ര ജാതകനും പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. അതേപോലെ തന്നെ ഉള്ളൂ 24 മണിക്കൂറിനകത്ത് വെച്ച് നിങ്ങളുടെ ജീവിതത്തിലും പ്രകടമായ മാറ്റങ്ങളും ഒരു വലിയ അത്ഭുതങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ അടുത്തത് മകീരം നക്ഷത്ര ജാതകരാണ്. ഇവർക്കും ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചയ്ക്കും ഉന്നതിക്കും കാരണമായി തീരുന്നൊരു സമയമാണ്. 24 മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു സമയമാണ്. ഈ സമയം നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നൊരു സമയമാണ്. അപ്പോൾ ആ മാറ്റത്തിന് വേണ്ടി നമ്മളോട് പാകപ്പെടുക എന്നുള്ളതാണ് ഇതിനൊരു പ്രധാനമായിട്ടുള്ളൊരു ഘടകമെന്ന് പറയുന്നത്. ഇപ്പോൾ ലോട്ടറി അടിക്കണമെന്ന് നിങ്ങൾക്കൊരു ആഗ്രഹമോ നിങ്ങളുടെ തലവരയോ ഉണ്ടെന്നുണ്ടെങ്കിൽ പക്ഷേ നിങ്ങൾ ലോട്ടറി എടുക്കാൻ നിങ്ങളൊരു മനസ്സ് കാണിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള ആ റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്നെ പോലെയുള്ളൂ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് അതിനു വേണ്ടിയുള്ള പ്രാരംഭ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അത് ഓരോ വ്യക്തികൾക്കും മാറ്റിവെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഏത് അത്ഭുതങ്ങളാണോ നടക്കേണ്ടത് അതിനു വേണ്ടിയുള്ള പ്രാരംഭ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് പ്രകടമായ മാറ്റങ്ങൾ വരുന്ന 24 മണിക്കൂറിനകത്ത് വെച്ചുണ്ടാകുന്നതായിരിക്കും. ഉറപ്പായും മാർച്ച് മാസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയും നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ പുണർദം നക്ഷത്ര ജാതകർ വിഷമങ്ങളും സങ്കടങ്ങളും അകന്ന് നിൽക്കുന്ന സമയമാണ് ഇവർക്ക് ഇവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാനും വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുവാനും കഴിയുന്നതായിരിക്കും. മനസ്സിലെ ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അകലുക തന്നെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധികളും ധനാഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരുന്നൊരു സമയമാണ്. ഉറപ്പായും നിങ്ങൾക്ക് ഒത്തിരി ധനാഭിവൃദ്ധിയും ധനാഐശ്വര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കുവാനും ഈ സമയം വളരെ ഈശ്വര അനുഗ്രഹങ്ങളോട് കൂടി തന്നെ ഉണ്ടാകുന്നൊരു സമയമാണ്. എന്തായാലും തന്നെയായാലും ശരി നിങ്ങൾക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ സമയങ്ങളിൽ ഉണ്ടായി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്ര ജാതകർക്കും വരുന്ന 24 മണിക്കൂറിനകത്ത് വെച്ച് ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുവാനും ഈശ്വരൻ്റെ ചൈതന്യങ്ങളും കൃപാകടാക്ഷങ്ങളും നടക്കുവാനുമുള്ള നിയോഗപ്പെടുന്നൊരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, കുടുംബക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക, കുടുംബ ദേവീദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നടത്തുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാനും കാരണമാകുന്നതായിരിക്കും. അതുപോലെ തന്നെ സർപ്പക്കാവുകളിൽ പോയി നൂറും പാലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആയില്യ ദിവസങ്ങളിൽ ഉറപ്പായും നിങ്ങൾ സർപ്പക്കാവുകളിൽ പോയി നൂറും പാലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അത് നിങ്ങൾക്ക് കുടുംബൈശ്വര്യങ്ങൾ പോലെ തന്നെ ജീവിതത്തിൽ വിജയങ്ങളും ലക്ഷ്യസ്ഥാനങ്ങൾ നേടിയെടുക്കുവാനും ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ പോവുക, ശിവക്ഷേത്രങ്ങളിൽ പോയി ശിവന് ധാര നടത്തുക, അതുപോലെ തന്നെ ഭസ്മാഭിഷേകം നടത്തുക. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കാരണമായി തീരുന്നതാണ്. ഉറപ്പായും ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ നക്ഷത്ര ജാതകർക്ക് വരുന്ന 24 മണിക്കൂറിനകത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടക്കുവാനുള്ള സാഹചര്യങ്ങളാണ് തെളിയുന്നത്. അത് ഉറപ്പായും നിങ്ങൾക്ക് സംഭവിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഭാഗ്യവാന്മാരായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള ഉയർച്ചയും ഉന്നതികളും ഉണ്ടാകുന്ന സമയമാണ്. ഈശ്വര കൃപകൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ്.